മധുരമം മഞ്ജിമയോർമയുണ്ടോ മധുരമം മഞ്ജിമയോർമയുണ്ടോ ഇരുമനസ്സമ്മതം ഒരു മനസ്സാക്ഷിയായി ഒരു കുടക്കീഴിൽ നിന്നോ ശാനപാടി ഒരു പാനപാത്രം പങ്കിട്ടു തീർത്തുര പ്രേമസല്ലാപങ്ങളോർമയുണ്ടോ പ്രേമസല്ലാപങ്ങളോ. അപ്പൂപ്പ നല്ല പാട്ടല്ലേ? ആരീ പാടുന്നത്? അത് പാട്ടുകൂത്ത് കേൾക്കാതെ വല്ലതും കഴിക്കാൻ നോക്ക്. ഈ അമ്മമ്മയ്ക്ക് ഒരു സംഗീത ബോധമില്ല അല്ലേ അപ്പൂപ്പ? അവള് മാനന്തവാടി കാട്ട് കൃത്യം. എന്താ പറഞ്ഞേ? ഞാനിപ്പോ കാട്ടുജാതികാരിയായി അല്ലേ? അതിപ്പോ തോന്നാൻ എന്താ കാരണം? അതെനിക്കിപ്പ അറിയണം. നീലാംബരി 1 2 3 4. കുരിശു ചുമക്കണ കർത്താവേ നിന്റെ കുരിശിന്റെ വഴിയൊന്ന് കാട്ടൂലേ കയ്യിൽ എന്താണ് എയ്യാന്നല്ല വെന്തിങ്ങയല്ലേ മാറാതെ കുരിശു ചുമക്കണ കർത്താവേ നിന്റെ കുരിശിന്റെ വഴിയൊന്ന് കാട്ടൂലേ കയ്യിൽ എന്താണ് എയ്യാന്നല്ല വെന്തിങ്ങയല്ലേ മാറാതെ. യൂസ്ലെസ് ഫെല്ലോ. അത് ശരി. സംഗീത ലോകം തന്നെ മാറിയിട്ടും തനിക്കൊരു മാറ്റവും സംഭവിച്ചില്ലല്ലോ. ഫാദർ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവില്ല. ഈ പഴയ വീഞ്ഞ് പുതിയ കുപ്പിലാക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അത് നിർത്തണം. വേണ്ടല്ലേ? വേണ്ട. എന്നാ പുതിയ വീഞ്ഞ് പഴയ കാലിക്കുപ്പിൽ പറയുന്നത് അനുസരിച്ചാൽ മതി. സംഗീതത്തിൽ പുതുമകൾ കണ്ടെത്തണം. ബുദ്ധിമുട്ടാണെങ്കിൽ വെസ്റ്റേൺ ടൂണുകളെ മോഷ്ടിക്കാം. അല്ല, പള്ളിപ്പരിപാടി ആകുമ്പോ പള്ളിപ്പാട്ടിന്റെ ഒരു ചായ വേണ്ടാച്ചോ? താനെന്നെ പഠിപ്പിക്കുകയാണോ? അല്ല, ഒരു സംശയം ചോദിച്ചാച്ചാ. ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. അതെല്ലാം മാറ്റാനായി ഇറങ്ങിത്തിരിച്ചവനാണ് ഞാൻ. ക്രിസ്തുമസ് ആഘോഷം ക്രിസ്ത്യാനികളെ മാത്രമാകാൻ പാടില്ല. അത് സമൂഹത്തിന്റെ തന്നെ ഒരു പരിപാടിയാക്കി മാറ്റണം. അതിന്റെ ഉദ്ദേശം തനിക്ക് മനസ്സിലായോ? ഉദ്ദേശം മനസ്സിലായെങ്കിലും ചുരുക്കം മനസ്സിലാക്കിയാ പോരെ? ഇത് മൊത്തത്തിൽ ഒന്ന് വ്യസനാക്കണം, അത്രയല്ലേ ഉള്ളൂ? അതെ. ഞാൻ ഇന്നലെ തന്ന നോട്ട്സ് എടുത്തേ. നോട്ട്സ് എടുക്കാൻ പറഞ്ഞു. എന്റെ മാനം കളയരുത്. സാനി 1 2 3 4. അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും അത്താനിയായുള്ളവരെ അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും അത്താനിയായുള്ളവരെ കർത്താവേ യേശുനാഥം കർത്താവേ യേശുനാഥം കർത്താവേ യേശുനാഥം 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 യേശുനാഥം. വെരി ഗുഡ്. താങ്ക് യു. താങ്ക് യു. ഞാൻ വിചാരിച്ച പോലെയല്ല, തനിക്ക് വിവരമുണ്ട്. എനിക്കൊരാള് കൂടെ ഉള്ളപ്പോൾ ട്യൂൺ ചെയ്യാൻ ബുദ്ധിമുട്ട്, അതുകൊണ്ടാ. ഏത് കാര്യത്തിലും മുൻപരിചയം ഉള്ളവരുടെ ഉപദേശം തേടുന്നത് നല്ലതല്ലേ ചേട്ടാ? തീർച്ചയായും. എന്താ, നിനക്ക് വല്ല സംശയമുണ്ടോ? അല്ല, ചേട്ടൻ പ്രേമിച്ചല്ലേ കല്യാണം കഴിച്ചത്? വെറും പ്രേമല്ല, കോളിളക്കം സൃഷ്ടിച്ച പ്രേമം. അകമ്പാടം ഗ്രാമത്തിലെ യുവാക്കളുടെ സ്വപ്നമായിരുന്ന സുന്ദരിയായ ഏലിയാമ്മയെ വെറുമൊരു നോവലിലൂടെ ഞാൻ സ്വന്തമാക്കിയപ്പോൾ ഞെട്ടിയ പ്രമുഖരിൽ ഈ നോവലിസ്റ്റ് പൈലിയുമുണ്ടായിരുന്നു. അപ്പോ പ്രേമത്തിന്റെ കുറുക്കുവഴികളെല്ലാം ആ നോവലിലായിരിക്കും അല്ലേ? ആ കുറുക്കുവഴികളെല്ലാം എനിക്ക് ഒന്ന് പറഞ്ഞു തരൂ. ഈ അസുഖം തുടങ്ങിയിട്ട് എത്ര കാലായി? കുറച്ച് ദിവസങ്ങളേ ആയുള്ളൂ അല്ലേ? ഓ, ഈ ചേട്ടനൊരു വിദഗ്ധൻ തന്നെ. മോന്തയുടെ ഷേപ്പ് ഞാൻ മാറ്റൂട്ടാ, കാമപ്രാന്ത. സോറി. റൊമാൻറ്റിക് മൂഡ് വരണമെങ്കിൽ എനിക്കൊന്നും മിനുങ്ങണം. എന്താ, വിരോധമൊന്നുമില്ലല്ലോ? എന്ത് വിരോധം? ഒരു വിരോധമില്ല. പ്രണയ സാഫല്യത്തിന് വേണ്ടി ഇതൊന്നൊരു പ്രശ്നമാവില്ലെന്ന് എനിക്കറിയാം. എന്താ, പോവാ. വിടറ. അയ്യോ, എന്തായി കാണിക്കുന്നത്? എനിക്ക് മൂത്രം മുളന്ന്. ആളുകൾ നോക്കുന്നു. ആളുകൾ ഇപ്പൊ ഇങ്ങോട്ട് നോക്കണേ. നിനക്കിപ്പോ എന്താ വേണ്ടേ? അവള് നിന്നെ പ്രേമിക്കണം, അത്രയല്ലേ ഉള്ളൂ.
അത് ഞാൻ ഏറ്റു. എന്റെ പൊന്നിയേട്ടാ ഒന്ന് പതുക്കെ പറ, ആളുകൾ കേൾക്കും. ആളുകൾ കേൾക്കണടാ, ഈ നാട് മുഴുവൻ അറിയട്ടെ. എന്താ പ്രേമം വല്ല നാട്ടമുള്ള വസ്തുവാണ്? അതല്ല ഏട്ടാ, നമ്മുടെ രഹസ്യം എന്തിനാ നാട്ടുകാരെ അറിയിക്കുന്നത്? ഇതിലെന്താടാ രഹസ്യം? ഔറംഗസീബ് ഷാജഹാനായിട്ട് പ്രേമായിരുന്നില്ലേ? ഇല്ല. ടോൾസ്റ്റോയ് ഷേക്സ്പിയർ ആയിട്ട് നാട്ടിൽ മുഴുവൻ പാട്ടായില്ലേ? ഫ്രാൻസിൽ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലേ? ഇല്ലേ? എന്നിട്ട് അത് മൂടി വയ്ക്കാൻ നോക്കിയില്ലേ പലരും? ചാരായ എന്ന ചേട്ടൻ ഇങ്ങനെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പ്രേമിക്കുന്നവന്റെ ഹൃദയം പഞ്ഞു പോലെയാടാ. നിനക്ക് അവളെ വലിയ ഇഷ്ടാണല്ലേ? ചേട്ടൻ റൊമാൻറ്റിക് മൂടായോ? എന്നാ എനിക്ക് ഒരു മാർഗം പറഞ്ഞ. നിനക്ക് ബോക്സിംഗ് അറിയോ? എങ്ങനെ അറിയാം? ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ട്. ടിവിയിലൊക്കെ കണ്ടല്ലേ? ചേട്ടാ ചേട്ടാ പോലെ പ്രേമിക്കുന്ന എന്തിനാ ബോക്സിംഗ് ഗ്ലാമർ പോലെ? നീ സുന്ദരനൊക്കെയാ, അത് ഞാൻ സമ്മതിച്ചു. എടാ, മിസ് കേരളയെ പ്രേമിക്കണമെങ്കിൽ എന്നെ പോലെ ഇത്തിരി ബോഡിയും ശക്തിയൊക്കെ വേണം. പൊക്കം കുറവാണ്, അത് ഞാൻ സമ്മതിച്ചു. അതൊക്കെ പോട്ടെ, നിനക്ക് ബോക്സിംഗ് പഠിക്കാൻ പറ്റുമോ? ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ചേട്ടൻ എന്നെ കൈവിടരുത്. എന്നാ നീ എന്റെ കാല് പിടിക്കും. നിന്നെ ഞാൻ ശിഷ്യനായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. പിടിച്ചോ. സംശയിക്കൊന്നും വേണ്ട. പിടിക്ക് 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 പിടിക്കടാ. ഞാൻ ചേട്ടനെ കാണാൻ അങ്ങോട്ട് വരികയായിരുന്നു. എന്താ വിശേഷം വല്ലതും ഉണ്ടോ? ഇത് ഞാൻ ചേട്ടന് വേണ്ടി വാങ്ങിച്ചതാ. അത് വാങ്ങിച്ചപ്പോ ഇത്രയും കുറവുണ്ടായിരുന്നു. അല്ല ഞാൻ നിനക്കെന്താ എന്നോട് ഇത്ര സ്നേഹം? ചേട്ടൻ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. ഞാൻ പോണോ? വേണ്ട വേണ്ട, സംഗതി പരമരഹസ്യമായിരിക്കണം. എന്താ വല്ലവരും കൊല്ലണോ? ഏയ്, അതൊക്കെ പാപല്ലേ. പിന്നെ അതെ, എനിക്കൊരു കാര്യം അറിയണം. പറയുടെ കള്ള. ചേട്ടനും ഏലിയാമ്മ ചേട്ടത്തിയും ബന്ധപ്പെട്ടതും മറ്റും എനിക്കൊന്ന് പറഞ്ഞു തരണം. ഞാനും എന്റെ ഭാര്യയും ബന്ധപ്പെട്ടതെല്ലാം നിനക്ക് കേട്ട് രസിക്കണം, അല്ലേ നാറി? ചേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചു. വിവാഹത്തിന് മുമ്പുള്ള ചേട്ടന്റെ സ്നേഹബന്ധത്തെ കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത്. അല്ല മറ്റേ അത് പാവല്ലേ. അയ്യോ, അതായിരുന്നു. സോറി ജാക്സ, നിനക്ക് നൊന്താ? നൊന്നില്ല, ചെറിയ വേദന പോലെ. നിനക്ക് എന്ത് സഹായം ചെയ്യാനും ഈ പൈലിച്ചേട്ട തയ്യാറാ. പോരെ? ഇതൊന്ന് പിടിച്ചു. എന്തിനാ ഈ മുണ്ട് കുത്താനാടാ? അല്ലെ വേണ്ട, നടക്ക്. അതെ, ചേട്ടന്റെ വിവാഹം ഒരു ലവ് മാരേജ് ആണെന്ന് കേട്ടിട്ടുണ്ട്. കേട്ടത് സത്യമാണ്. നിന്റെ പ്രശ്നം എന്താ? അതേപോലെ ഒരു പ്രശ്നമാണ് എന്റേതും. ഈ മുഖവരി ഒന്നും എനിക്ക് ഇഷ്ടമല്ല. നിനക്ക് പറയാൻ വിഷമമാണെങ്കിൽ നിന്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം. പറയട്ടെ? അടുത്ത വീട്ടിൽ സുന്ദരിയായ ഒരു പെൺകുട്ടി വന്നിരിക്കുന്നു. അതല്ലേ നിന്റെ പ്രശ്നം? അയ്യോ, ഈ ചേട്ടനൊരു അപൂർവ സൃഷ്ടി തന്നെ. ചുമ്മാ അല്ല നോവൽ എഴുതുന്നത്. ചേട്ടാ, എങ്ങനെയെങ്കിലും ആ കുട്ടിയായിട്ട് എനിക്ക്. വീട്ടിൽ കുതിരയുണ്ടോ? ഇല്ല, വാങ്ങണോ? പശു ഉണ്ടല്ലോ, തൽക്കാലം അത് മതി. കാല് വേണ്ട. കൈയുടെ മസിലൊന്ന് പിടിച്ചേ. ഷർട്ട് ഓക്കെ വളരെ കുറവാണല്ലോ. പോരെ പോരെ പോരെ. അതേ വേണ്ടേ? കറക്റ്റ്. മസിലുകൾ കൊണ്ട് സുന്ദരികളായ സ്ത്രീകളെ വശീകരിക്കാൻ കഴിയുമെന്ന് ഇംഗ്ലീഷിൽ ഒരു ശ്ലോകമുണ്ട്, ഷേക്സ്പിയർ എഴുതിയത്. ഞാൻ പറഞ്ഞു വന്നത്, ശരപഞ്ചരം എന്നൊരു സിനിമ നീ കണ്ടിട്ടുണ്ടോ? 4 പ്രാവശ്യം. ആ സിനിമയിൽ കുതിരയെ എണ്ണ തേക്കുന്ന ജയനെ നിനക്ക് ഓർമ്മയുണ്ടോ? പിന്നെ ജയന്റെ ആ മസിൽ കണ്ടാണ് സുന്ദരിയായ നായികയ്ക്ക് കാമം വന്നത്. അപ്പോ മനസ്സിലായി. എല്ലാം എനിക്ക് മനസ്സിലായി. ഈ ഉപകാരം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ചേട്ടാ, ഒന്നും ചെയ്ത് ഞാൻ വേറെ ഫുൾ ബോട്ടിലാണ് ഈ സുലൈമാനിക്ക കേട്ടോ. അതുകൊണ്ട് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിന്റെ കാര്യം ഞാൻ ഏറ്റു. പ്രേമിക്കാൻ പോകുന്നവൻ ആദ്യം പഠിക്കേണ്ടത് പെണ്ണിന്റെ ഫിലോസഫിയാണ്. അല്ലക്ക, ഈ പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ട് പ്രത്യേകിച്ച് ഒരു ഫിലോസഫി ഉണ്ടോ? ഇല്ലല്ലേ? എന്നാ ഫിലോസഫി ആവില്ല. അതേമാതിരി എന്തോ ഒരു വാക്കാണിത്. ബയോളജി ആണോ? ബയോളജി അല്ല, എനിക്കറിയാം. സൈക്കോളജി, സ്ത്രീയുടെ സൈക്കോളജി. അതെന്തൊക്ക? അതും അറിഞ്ഞൂടെ? തനിക്ക് അല്പം പോലും ജനറൽ നോളജ് ഇല്ലല്ലോ. എടോ, അമ്മച്ചി പറയുന്നതും കേട്ട് അടുക്കള കഴിഞ്ഞുകൂടിയാലേ ഇതൊന്നും കിട്ടൂല കേട്ടോ. ഇതൊക്കെ എന്നെ പോലെ
ലോകപരിജ്ഞാനമുള്ള ആളുകളുമായിട്ടുള്ള കോണ്ടാക്റ്റിലൂടെ മാത്രമേ ഈ ജനറൽ നോളജ് എന്ന് പറയുന്ന സാധനം കിട്ടൂ. മനസ്സിലായോ? നീ അവളുടെ മുഖത്ത് നോക്കി സർവ്വ അംഗങ്ങളും വർണ്ണിക്കണം. മുഖത്ത് നോക്കാനും വർണ്ണിക്കാനും സൗകര്യപൂർവ്വം കിട്ടണ്ടേ? നോ, ഡയറക്റ്റ് ആയിട്ട് പ്രേമിക്കാനുള്ള ഗട്സ് നിനക്കില്ല. അതുകൊണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് പ്രേമിച്ചാൽ മതി. നീലാമ്പൽ പൂവിതളായി നിന്നിഴിനാളം രാപ്പാടും കിളിനാദം നിൻമൊഴിയാ